യെസ്, ഡോക്ടർ കെ പി പ്രേംകുമാർ ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് കൂടുതൽ വിശദമായി ഞാനൊരു പ്രതികരണം രാവിലെ വായിച്ചു തുടങ്ങിയത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ്. ഞാൻ താങ്കളെ വിളിക്കുകയും ചെയ്തു. അതിൽ എൻ്റെ ഏറ്റവും ഒടുവിൽ താങ്കൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ആർഷോ പങ്കുവച്ചതുപോലെയുള്ള ഒരു മനസ്ഥിതി എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്നതാണ്. അവിടെ ഏറ്റവും ഒടുവിൽ താങ്കൾ പറഞ്ഞു വെക്കുന്നത് നിലമ്പൂരിലെ പന്നികൾ ഇവരെക്കാൾ മനുഷ്യപ്പറ്റുള്ളവരാണ് എന്നാണ്. ഞാൻ സത്യത്തിൽ ഏതൊരു മനുഷ്യനും ചിന്തിക്കുന്നത് പോലെ പലരുമായിട്ടും സംസാരിച്ചു, രാഷ്ട്രീയമായി പല രീതിയിൽ ചിന്തിക്കുന്നവരോടൊക്കെ സംസാരിച്ചു. ഇത്തരത്തിൽ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നത് ശരിയല്ല. അങ്ങനെ ചെയ്യുന്ന ചില ആളുകൾ, ചില നേതാക്കളുടെ പേര് ഇവിടെ പറഞ്ഞല്ലോ, ആർഷോ തന്നെ ചൂണ്ടിക്കാട്ടിയല്ലോ, അവരുടെ പോസ്റ്റ് പിൻവലിച്ചത് നമ്മൾ കണ്ടല്ലോ. അവർ ഏത് രീതിയിലുള്ള ശരീരഭാഷയാണ് ഇന്നലെ ഉപയോഗിച്ചത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്ന് നമ്മൾ കണ്ടല്ലോ. അവരൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുള്ളതാണോ? ഞങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും അത് ശരിയല്ല എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടിക്കാരെ ഞാൻ ഇന്ന് കേട്ടു. അവരൊക്കെ പറഞ്ഞത് വെച്ചിട്ടാണ് ഇന്ന് താങ്കളിൽ നിന്ന് കടമെടുത്ത ആ തലക്കെട്ട് പോലും ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. പന്നി ശല്യത്തെക്കാൾ ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അതുതന്നെയാണ്. താങ്കളുടെ ഭാഷയിൽ പറഞ്ഞതും ആ പന്നി ശല്യത്തെക്കുറിച്ചാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു. നിലമ്പൂരിലെ പന്നികൾ അങ്ങനെ ഉപദ്രവിക്കുന്നവരാണല്ലോ മനുഷ്യരെ. അതുകൊണ്ട് ആ പന്നി ശല്യത്തെക്കാൾ ദുരന്തങ്ങളായി മാറിയോ ഇവർ എന്നതാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. താങ്കളുടെ തോളിൽ ചാരിക്കൊണ്ട് ഞാൻ ആ ചോദ്യം താങ്കളിലേക്ക് വിടുന്നു. ഞാൻ പറയേണ്ട ഉത്തരം താങ്കൾക്ക് എന്തുണ്ട് നിജേഷിനോട് ഇതിന് മറുപടിയായി പറയാൻ? എന്തുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്നു? അതായത് ഇന്നലെ രാത്രി നിലമ്പൂരിൽ, അതായത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസുകളുള്ള കേരളത്തിലുള്ള കോൺഗ്രസിന്റെയും UDF-ന്റെയും LDF-ന്റെയും സകല നേതാക്കന്മാരും ക്യാമ്പ് ചെയ്തിരിക്കുന്ന നിലമ്പൂർ അങ്ങാടിയിൽ ജ്യോതികുമാർ ചാമക്കാലയും അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും കുറച്ച് ഗ്യാങ് മെമ്പേഴ്സും കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ കണ്ടാൽ ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, നിലമ്പൂരിലെ പന്നികൾ ഇവരെക്കാൾ മനുഷ്യപ്പറ്റുള്ളവരാണ്. കാരണം കൂട്ടത്തിലുള്ള ഒരു പന്നി അപകടത്തിൽ മരിച്ചു പോയാൽ, ചത്തുപോയാൽ, ആ സമയത്ത് അതിന്റെ ചോര ഊറ്റി കുടിച്ച് കാര്യമുണ്ടാക്കാൻ, നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം ഒരു പന്നിയും ഒരു മൃഗവും ചെയ്യില്ല. അതാണ് ഇന്നലെ രാത്രി അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കോൺഗ്രസ്സുകാരെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ജ്യോതികുമാർ ചാമക്കാലയും ആര്യാടൻ ഷൗക്കത്തും മാത്രമല്ല ഇന്നലെ രാത്രി ആ സമയത്ത് അവിടെ ഉള്ളത്. വേറെയും ഇഷ്ടംപോലെ കോൺഗ്രസ് നേതാക്കൾ ഉണ്ടായിരുന്നു. അവരാരും ഇറങ്ങിയിട്ടില്ല. അവരെക്കാൾ എന്തുകൊണ്ടും മെച്ചപ്പെട്ടവരാണ്, മനുഷ്യപ്പറ്റുള്ളവരാണ് നിലമ്പൂരിലെ പന്നികൾ എന്ന് ഞാൻ ആവർത്തിക്കുന്നു. രണ്ടാമത് ഞാൻ തന്നെ എഴുതിയ കാര്യം ഒരിക്കൽ കൂടി പറയാണ്. ഒരു ചോദ്യമാണ് കേരളത്തിന് ചോദിക്കാനുള്ളത്. ഏത് ശവന്തീനി കനകോലുവാണ് ഈ നാടകത്തിന് പിന്നിൽ എന്നുള്ളത്. കാരണം VD സതീശൻ വളരെ ഉത്തരവാദിത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്നുള്ളത്. അതിനെ അഭിവാദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനടക്കമുള്ള ആളുകളെല്ലാം. നല്ല കാര്യം, ആര്യാടൻ ഷൗക്കത്ത് നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാവുന്നു, ഇപ്പുറത്തെ M സ്വരാജ് വരുന്നു. നല്ലൊരു പൊളിറ്റിക്കൽ ഫൈറ്റിന് ആര് ജയിക്കട്ടെ ആര് തോൽക്കട്ടെ നന്നായി ഫൈറ്റ് ചെയ്യട്ടെ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ആ ഒരു ഡീസന്റ് ഫേസ് കീപ്പ് ചെയ്തിരുന്ന, ഇപ്പൊ ഈ ചർച്ചയിൽ എന്റെ സുഹൃത്ത് നിജേഷ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡീസൻസി ഉണ്ട്, ഒരു പൊളിറ്റിക്കൽ ഡീസൻസി കാര്യങ്ങൾ പറയുന്നതിൽ. ഇന്നലെ രാത്രി വരെ ഈ ഡീസൻസി, ഫേക്ക് ഡീസൻസി കീപ്പ് ചെയ്ത ആളായിരുന്നു ആര്യാടൻ ഷൗക്കത്ത്. പക്ഷെ ഇന്നലെ അർദ്ധരാത്രിക്ക് ഇതൊരു സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ ആണെന്ന് ചാനലിന് മുന്നിൽ വിളിച്ചു പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ ആ പോളിഷ് പുട്ടിയിട്ട മുഖം മൂടി കൂടി അഴിഞ്ഞു വീണിരിക്കുകയാണ്. ഇനി വഴിക്കടവ് പഞ്ചായത്തിൽ ഇങ്ങനെ എന്താ പറയാ ഇലക്ട്രോക്യൂഷൻ മൂലം ഒരു കുട്ടി മരിച്ചു എന്നുള്ളതിന്റെ ഉത്തരവാദി ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്, ആ മെമ്പർ ആണ്. അവരെ തൂക്കിലേറ്റണം, അവരെ ശിക്ഷിക്കണം എന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പൂർണ്ണമായ അർത്ഥത്തിൽ നിയമം നടപ്പിലാക്കുക എന്നുള്ള ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പക്ഷെ കോൺഗ്രസ്സുകാരില് ഇതിലുള്ള ഇരട്ടത്തപ്പം എന്താണെന്ന് അറിയോ? പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് മെമ്പറുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച, അവരുടെ ഉത്തരവാദിത്വം ചെയ്യുന്നതിനുള്ള വീഴ്ചയെ സ്വാഭാവികമായി കാണുകയും KSEBയുടെ പക്ഷത്തുനിന്നുണ്ടാകുന്ന വീഴ്ച, KSEB സമയത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, വൈദ്യുതി മോഷ്ടിക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഒരു വൈദ്യുത കമ്പിയിൽ നിന്ന് ഒരു വയറ് താഴേക്ക് ഇറക്കിയിട്ടാൽ അത് എങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അത്രയും വലിയ ഉത്തരവാദിത്തമാകുക? കാരണം അയാളുടെ കൃഷിയിടത്തിലാണ്, ഫോറസ്റ്റ് ഭൂമിയിലല്ല അത് ചെയ്യുന്നത്. ഈ രണ്ട് ഫോൾട്ടും ഈ രണ്ട് മിസ്റ്റേക്സും വലിയ കൊലപാതകമായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നിടത്താണ് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് എന്നുള്ളത്, മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന ഇരട്ടത്താപ്പ് എന്നുള്ളത്. പിന്നെ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത് കേരളത്തെ അടക്കം ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം നീറുന്ന പ്രശ്നമാണ്. കേരളത്തിലെ 50-ലധികം പഞ്ചായത്തുകളിലെ മനുഷ്യന്മാരുടെ കൃഷിയും ജീവനും ഒക്കെ അതിഭീതിതമായി
അതിഭീതിതമായി മാറ്റിക്കഴിഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് മാൻ ആനിമൽ കോൺഫ്ലിക്ട്. അതിന് കുറെ റീസൺസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിൽ ആര് ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും, അത് പിണറായി വിജയൻ ആയിരുന്നാലും, ഇനി നാളെ PV അൻവർ ആയിരുന്നാലും, VD സതീശൻ ആയിരുന്നാലും, സംസ്ഥാനത്തിന് ഇതിന് വലിയ പരിമിതികളുണ്ട്. ഇതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം കോൺഗ്രസ്സുകാർ പറയില്ല എന്നാണ്. 10-15 വർഷം മുമ്പത്തെ ഇന്ത്യയുടെ അവസ്ഥയിൽ വന്യജീവികളുടെ അവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി, മനുഷ്യരിൽ നിന്ന് വന്യജീവികളെ സംരക്ഷിക്കാൻ വേണ്ടി ആ കാലത്ത് പുരോഗമന സ്വഭാവം ഉണ്ടായി. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന നിയമമാണ്. അത് തിരുത്താൻ ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാവുന്നില്ല, ഡയല്യൂട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളിടത്താണ് പ്രശ്നം. എല്ലാ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രശ്നമാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകത്തിലും ഇതേ പ്രശ്നമുണ്ട്, CPM ഭരിക്കുന്ന കേരളത്തിലുമുണ്ട്. അതിനെ കാണുകയേയില്ല. കേന്ദ്ര ഗവൺമെന്റ് നിയമം എന്നുള്ളത് കാണില്ല, പഞ്ചായത്തിന്റെ വീഴ്ച എന്നുള്ളത് കാണില്ല, മറിച്ച് KSEBയുടെ പ്രശ്നം എന്നുള്ളത് മാത്രം കാണുന്നു എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നിലമ്പൂരിലെ ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഇവർ ഇങ്ങോട്ട് പോകുന്നു? തൊട്ടു മുമ്പത്തെ ഒരു വിവാദം എന്തായിരുന്നു ആലോചിച്ച് നോക്കുന്നത്? പെൻഷൻ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു പ്രശ്നം. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്നായിരുന്നു പ്രശ്നം. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ, ഒരു വിദ്യാർത്ഥിയുടെ മരണത്തെയാണ് ആഘോഷിക്കുന്നത്. ഇത്തരം വയലന്റ് ആയിട്ടുള്ള, ഇത്തരം തേർഡ് റേറ്റ് ആയിട്ടുള്ള റെസ്പോൺസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ മുന്നണി അനിവാര്യമായ പരാജയം മണത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ പരാജയം മണക്കൽ ജനങ്ങളിൽ നിന്നുള്ള പരാജയം മാത്രമല്ല, ഇവരുടെ ഇടയിലുള്ള പ്രശ്നവും കൂടിയായിരുന്നു. കാരണം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ നിലപാടിന് നേരെ വിരുദ്ധമായി പോയപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് എന്തായിരുന്നു? അതൊരു കുട്ടിയാണെന്നായിരുന്നു, അറിയില്ല എന്നായിരുന്നു. ഇനി ഇത് ഇന്നലത്തെ കേസിൽ ജ്യോതികുമാർ ചാമക്കാല മാത്രമായിരുന്നെങ്കിലും ഇവർക്ക് അങ്ങനെ പറഞ്ഞു നിൽക്കാമായിരുന്നു. പക്ഷെ ഈ തവണത്തിൽ UDFും കോൺഗ്രസും 100% ട്രാപ്ഡ് ആണ്. കാരണം അവരുടെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇന്നലെ രാത്രി വിളിച്ചു പറഞ്ഞത്. അതേ സ്ഥാനാർത്ഥിയാണ് ഇന്ന് പറയുന്നത് ഇതിനെ രാഷ്ട്രീയമായി കാണരുത്, ദുരന്തമായി കാണണമെന്നുള്ളത്. പിന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾ കോൺഗ്രസ്സുകാരനാണെന്ന് CPMന്റെ ആളുകൾ പറഞ്ഞതല്ല, കൈരളി ചാനൽ റിപ്പോർട്ട് ചെയ്തതല്ല, ആ വീട്ടിനടുത്തുള്ള ആളുകൾ പറയുന്നതാണ്. നിജേഷിന്റെ ചോദ്യം ലോജിക്കലി ശരിയായിരിക്കും, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെന്ന് തെളിയിച്ചു തരുമെന്ന്. കേരളത്തിലുള്ള എത്ര കോൺഗ്രസ്സുകാരാണെന്ന് വേറെ ആൾക്കാർക്ക് തെളിയിക്കാൻ പറ്റുമെന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കോൺഗ്രസ് അനുഭാവികൾ, അത് CPMന്റെ കേസിലും അത് തന്നെയാണല്ലോ. പാർട്ടി മെമ്പർമാരെ മാത്രമേ നിങ്ങൾക്ക് ഔദ്യോഗികമായി തെളിയിക്കാൻ പറ്റുള്ളൂ, അല്ലാത്ത ആളുകളെ തെളിയിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെയുള്ള ആളുകൾ ഒന്നായി കൃത്യമായി പറയുന്നുണ്ട്, ഇദ്ദേഹം കോൺഗ്രസ് അനുഭാവിയാണ്, ആ വാർഡ് മെമ്പറുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ആ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയുടെ, UDF സ്ഥാനാർത്ഥിയുടെ അടുത്ത സുഹൃത്താണെന്നുള്ളത്. അത്തരത്തിൽ കുറ്റവാളികളായി കാണുകയാണെങ്കിൽ ഇത് മുഴുവൻ പോയിന്റ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ ക്യാമ്പിലേക്കാണ്. പിന്നെ അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, ഉത്തരവാദപ്പെട്ട ആളുകൾ, സാധാരണ മനുഷ്യന്മാർ പോലും എന്താണ് ചെയ്യുക? അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ആ സ്പോട്ടിൽ പ്രതിഷേധം ഉണ്ടാവുന്നു. നിജേഷ് പറയുന്ന പോലെ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബാലുശ്ശേരി മുക്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നു, അവിടുത്തുകാരനായ നിജേഷ് സ്വാഭാവികമായിട്ട് അവിടെ ഇറങ്ങി പ്രതിഷേധിക്കും. ഇത് അങ്ങനെയല്ലല്ലോ. വഴിക്കടവിൽ അങ്ങ് ഉള്ളിൽ ഒരു കുട്ടി മരിച്ചു എന്ന് പറയുമ്പം പ്രതിഷേധം മുഴുവൻ നടക്കുന്നത് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഈ മരണത്തെ, ഒരു കൊച്ചു കുഞ്ഞിന്റെ മരണം എന്നുള്ളതിനെ എങ്ങനെ നട്ടപ്പാതിരിക്ക് തന്നെ ചാനലുകളുടെ ഒക്കെ സഹായത്തോടെ വോട്ടാക്കി മാറ്റാമെന്നുള്ള ഒരു ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ആ ശ്രമം നിലമ്പൂരിലെ ജനങ്ങളോ കേരളത്തിലെ ജനങ്ങളോ അംഗീകരിക്കുന്നതല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, നിങ്ങൾ അതിൽ കംപ്ലീറ്റ് പുറകോട്ട് പോയിരിക്കുന്നു. ഇനി ആ തെറ്റ് സമ്മതിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മര്യാദ. നിങ്ങളുടെ നേതാവ് VD സതീശൻ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് LDFനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടത്, പരാജയപ്പെടാൻ വേണ്ടിയിട്ടല്ല. പക്ഷെ ഇത്തരം കളികൾ കളിച്ച് ആവരുത്.